وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഈ ആയത്തിന്റെ അർത്ഥവും ഈ ആയത്തിന്റെ പശ്ചാത്തലവും ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ 2-ാമത്തെ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ട ബനു ഇസ്രായേലിയർ അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയ ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കി നീങ്ങിയ ആ അവസരത്തിൽ ആ പുണ്യപ്രദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 40 വർഷത്തോളമാണ് സിനാ മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞു നടന്നത്. അന്ന് മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൂടെയുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം മന്നയും സൽവയും ഭക്ഷണമായി നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ച ചരിത്രം സൂറത്തുൽ ബഖറയുടെ 57-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. സസ്യവർഗങ്ങളില്ലാത്ത, നീരുറവകളില്ലാത്ത ഒരു പ്രദേശത്താണ് ലക്ഷക്കണക്കിന് അനുയായികളുമായി മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ തമ്പുകളിലും മറ്റുമൊക്കെയായി താമസിക്കുന്നത്. ആ മരുഭൂമിയിലെ ഉഷ്ണാധിക്യത്തിന്റെ കാഠിന്യം കാരണം പകൽ സമയങ്ങളിൽ അവർ അനുഭവിക്കുന്ന ചൂടിന്റെ കാഠിന്യം തടുക്കുന്നതിനു വേണ്ടി ഒരു നീണ്ട കാലത്തോളം അള്ളാഹു അവർക്ക് വേണ്ടി ആകാശത്തെ മേഘാവൃതമായി നിർത്തി എന്നാണ് പരിശുദ്ധ ഖുർആൻ അതേ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ സമയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അത്രമാത്രം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, അവർക്ക് ആ മരുഭൂമിയിൽ ആവശ്യത്തിന് വെള്ളമില്ല എങ്കിൽ എങ്ങനെയാണ് ആ ആളുകൾ അവിടെ ജീവിക്കുക? ആ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ ശരിക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഈ പ്രയാസം മനസ്സിലാക്കിയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മൂസാ നബി തന്റെ ജനതയ്ക്കു വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭം ഓർക്കുക എന്ന്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. ബനു ഇസ്രായേലരുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ, അവർക്ക് അവരുടെ നിത്യോപയോഗത്തിന് ആവശ്യമായ വെള്ളം ഒരു മഹത്തായ അനുഗ്രഹത്തിലൂടെ അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ ദൃഷ്ടാന്തം മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ പ്രകടമാകുകയാണ്. അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞു, നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിന് അടിക്കുക എന്ന്. അപ്പോൾ അതിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകി എന്നാണ്. അതായത് ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ വടി കൊണ്ടൊരു പാറക്കല്ലിന് അടിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഉടനെ തന്നെ ആ പാറക്കല്ലിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകുകയാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഇത്. ഒരു വലിയ മഹാ അത്ഭുതമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിരുന്നു ഇത്. 12 ഗോത്രങ്ങൾ അടങ്ങിയ ഒരു വലിയ സമൂഹമായിരുന്നു അന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ ആ സിനാ മരുഭൂമിയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇസ്രായേലിയർ എന്ന് പറയുന്നത് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരയാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മറ്റൊരു പേരായിരുന്നു സഹോദരങ്ങളെ ഇസ്രായേൽ എന്നത്. ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക് യൂസഫ് നബി അലൈഹി ഇസ്ലാമയെ അടക്കം 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളുടെ സന്താന പരമ്പരയാണ് കാലക്രമത്തിൽ 12 ഗോത്രങ്ങളായി അറിയപ്പെട്ടത്.
യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഈ 12 മക്കളുടെ സന്താന പരമ്പരയിൽ ജനിച്ചു വളർന്നവരാണ് ബനു ഇസ്രായേലർ എന്ന് പൊതുവിൽ വിളിക്കപ്പെടാറുള്ളത്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്, സിനാ മരുഭൂമിയിൽ കൊല്ലങ്ങളോളം താമസിച്ചത് ഈ 12 ഗോത്രങ്ങളുമായിട്ടായിരുന്നു. അവരിൽ ഈ 12 ഗോത്രത്തിനും പ്രത്യേകം ഗോത്രത്തലവന്മാരും അനുയായികളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിന്മേൽ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകുകയും അതിലെ ഓരോ ഗോത്രക്കാർക്കും അവർക്ക് ആവശ്യമായ വെള്ളം എടുത്തുകൊണ്ടുപോകേണ്ടത് എവിടെ നിന്നാണ് എന്നതുവരെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗോത്രങ്ങൾ തമ്മിൽ വെള്ളത്തിനു വേണ്ടി പരസ്പരം തിക്കും തിരക്കും കൂട്ടാതെ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ഓരോ ഗോത്രത്തിനും നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ ആ വെള്ളം എടുത്ത് ഉപയോഗിക്കുവാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇത് വലിയ ഒരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ, വലിയ അത്ഭുതമാണ്, അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിൽ നിന്നുള്ള ഇത്തരം ആയാത്തുകൾ അഥവാ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ അതൊരിക്കലും മനുഷ്യ സൃഷ്ടിയല്ല സഹോദരങ്ങളെ. ഇതെല്ലാം പ്രവാചകന്മാർ മുഖേന അവർ അല്ലാഹുവിൽ നിന്നുള്ള ദൈവദൂതന്മാർ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന, തന്റെ പ്രവാചകത്വം വെളിപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ നേരിട്ടിട്ടുള്ള പ്രവൃത്തിയാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം വടികൊണ്ട് പാറക്കല്ലിൽ അടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് കൽപ്പിച്ചത് പ്രകാരമാണ്. ഫഖുൽ നദ്രിബ് ബിഅസാകൽ ഹജർ, അല്ലാഹു മൂസാ അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞത് നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിനെ അടിക്കുക എന്നാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ആ വടി കൊണ്ട് പാറക്കല്ലിന്മേൽ അടിക്കുന്നതും അതിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകിയതും. ഇത് അല്ലാഹുവിന്റെ മഹത്തായ കഴിവും ഇസ്രായേൽ ജനതക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹവുമാണ് സഹോദരങ്ങളെ. അവരിൽ ഓരോ ഗോത്രത്തെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, എല്ലാ മനുഷ്യരും അവരവർ കുടിക്കേണ്ടുന്ന സ്ഥാനം അറിയുകയുണ്ടായി എന്നാണ് അല്ലാഹു പറയുന്നത്. അതിനുവേണ്ടിയാണ് തിക്കും തിരക്കും കൂട്ടാതെ ഓരോ ഗോത്രത്തിനും അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ആ സ്ഥലത്ത് നിന്ന് വെള്ളമെടുക്കുവാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? കുലു വശ്റബു മിൻ റിസ്ഖില്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനത്തിന് വകയുള്ള ഒരു അനുഗ്രഹമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയിലൂടെ അല്ലാഹു അവർക്ക് നൽകിയത്. 40 വർഷത്തോളം സിനാ മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനതക്ക് അന്ന് അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ നൽകിയ ഈ അനുഗ്രഹത്തിന്റെ അടയാളം ഇന്നും സിനാ മരുഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ്. ഇപ്പോൾ ഈജിപ്തിന്റെ അധീനതയിലാണ് ആ സിനാ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ ഉറവുചാലിന്റെ വിടവുകൾ ഇന്നും അതിൽ കാണാൻ സാധിക്കുന്ന ചരിത്രത്തിൽ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. 12 ഉറവുചാലുകളും വ്യക്തമായി ഇന്ന് കാണപ്പെടുന്നില്ല എങ്കിലും അവയിൽ ചിലത് ഇന്നും ഒഴുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ് സഹോദരങ്ങളെ. ഒയൂനു മൂസ, മൂസായുടെ നീരുറവകൾ എന്ന പേരിലാണ് ആ ഉറവകൾ ഇന്ന് അറിയപ്പെടുന്നത്. പല വിനോദസഞ്ചാരികളും ഇന്ന് ആ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ രൂപത്തിൽ പല ആളുകളും കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്ന് സാന്ദർഭികമായി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു വലിയ വിഷമഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലർക്ക് എന്നെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന രൂപത്തിൽ മഹത്തായ ഒരു അനുഗ്രഹം നൽകുന്നത്. ആ സിനാ മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും വീടുമൊന്നുമില്ലാതെ ചുട്ടുപൊള്ളുന്ന ആ പ്രദേശത്ത് മേഘങ്ങൾ നൽകിക്കൊണ്ട്, അസാധാരണമായ നിലക്ക് മേഘങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയാണ്. 12 ഗോത്രങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൃഷി ചെയ്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ലാത്ത ആ സിനാ മരുഭൂമിയിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, വെള്ളം കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അസാധാരണമായ നിലക്ക് ധാരാളമായി ലഭിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത സഹോദരങ്ങളെ, എന്നിട്ടും അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ ധിക്കാരം കാണിക്കുകയാണ് ആ ഇസ്രായേൽ ജനത ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള ആളുകൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ. ഒരിക്കലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന,
അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കരുത് എന്ന്. ഇവിടെ അള്ളാഹു ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ചെയ്യരുത് എന്ന് പറഞ്ഞ, ഫസാദിൽ ഏർപ്പെടരുത് എന്ന് അറിയിച്ച ഈ ഒരു കാര്യം കൂടി അല്പം മനസ്സിരുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.